പുട്ടും മുട്ടയും മാങ്ങയും പഴമൊക്കെ തട്ടിയതിന് ശേഷം തണ്ണിമത്തങ്ങ പീസാക്കി പപ്പായ കഴിക്കാൻ തുടങ്ങി. പപ്പായും കൂടെ കഴിച്ചിട്ട് വേറൊന്നും വേണ്ടായിരുന്നു. ഒരു കോട്ടൺ ക്യാൻഡിയുടെ ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഉച്ചയായി. കോവയ്ക്ക് മീൻകറി രസമായിട്ട് എടുത്തപ്പോഴാണ് മീൻ സൈഡില്ല. അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ ഒരെണ്ണം എടുത്തു. മാറ്റി വെച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോൾ അതും എടുത്ത് പ്ലേറ്റ് വെച്ച് കഴിക്കാൻ തുടങ്ങി. പിന്നെ ബോളി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിനകത്തോട്ട് കടലപ്പായസവും ഇച്ചിരി അടപ്പായസം അങ്ങോട്ട് ഒഴിച്ചു. 1 മണി 1:15 അതും കഴിച്ച് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ മഴ പെയ്തു. മഴ ഐസ്ക്രീം ഓടിപ്പോയി ബട്ടർ സ്കോച്ചിനെ കൊണ്ടെടുത്തോണ്ട് വന്ന് മഴ കണ്ടു. എന്തെങ്കിലും വാങ്ങാൻ പുറത്ത് വന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് ഉമ്മ എവിടെയോ പോകുന്നു വാങ്ങിച്ചോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റില്ലാത്ത സപ്പോർട്ടിൽ ലിസ്റ്റിലുള്ള വൈറ്റ് ഫോറസ്റ്റും കുക്കീസും ഉണ്ടായിരുന്നു. പിന്നെ ക്രാക്ക് ജാഗും ബോളിയും തേൻമിഠായി ഉണ്ടായിരുന്നു. പലചരക്കുകാരെ പോലെ എല്ലാം ഞാൻ നോക്കി തിട്ടപ്പെടുത്തി. നാരങ്ങ മിഠായി, ശർക്കര ഇരട്ടി, കാട്ടിയ, എക്സ്ട്രാ ബോളി, ബോണസ് ബോളി, കേക്ക്, മുറുക്ക്, ബോംബെ മിക്സ്ചർ, അലുവ ഉണ്ടായിരുന്നു, ബർഗർ, മിർഡയും ഉണ്ട്. അത്രയും മതിയായിരുന്നു. ബാക്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യം കേക്ക് എടുത്ത് കഴിച്ചു. 3 മണിക്ക് പിന്നെ ബർഗർ കൂടെ എടുത്ത് കഴിച്ചു. ആദ്യം കഴിച്ച് മിർഡ ഒതുക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. വേറൊന്നും വേണ്ടായിരുന്നു. പിന്നെ ചെറുതല്ലേന്ന് വിചാരിച്ച് 1-2 സപ്പോർട്ടയും കൂടെ എടുത്ത് കഴിച്ചു. 5 മണിക്ക് ഒരു ചായ കുടിച്ച് എത്തിക്കപ്പോൾ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് കറങ്ങാൻ ഇറങ്ങി. ഞാൻ ഒരു ഗ്ലാസ് സോഡാ സർബത്ത് വാങ്ങിച്ചു. പിന്നെ പാനിപ്പൂരി, കയറി ബേൽപൂരി, ദഹിപൂരി, സേവ്പൂരി എല്ലാം വാങ്ങിച്ചു കഴിച്ചു. ഒരു ചായ വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് കഫ്സയും അൽഫവും വാങ്ങി. അത് ഒതുക്കി പിന്നെ ഒരു കുബൂസാട് ബാക്കിയിരുന്നതും കൂടെ ഒതുക്കിക്കൊണ്ട് തിരിച്ചു വീട്ടിൽ. പിന്നെ ഫ്രഷ് ആയി രാത്രി ദോശ വാങ്ങിച്ചോണ്ട് വന്നതിരുന്ന് കഴിച്ചു. പിന്നെ ഒരു പീറാപ്പിളും കൂടെ കഴിച്ചോളൂ. പിന്നെ 3-4 ഈത്തപ്പഴവും കൂടെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു.